ഇന്നത്തെ അമ്മമ്മയുടെ ബർത്ത്ഡേ ആരും പറയല്ലേ, അമ്മമ്മ പറയും. അതുകൊണ്ട് ഞാനാ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടുക്കളയിൽ വന്നിട്ട് പതുക്കെ പറയുകയാണല്ലേ, അമ്മമ്മ കേൾക്കാതെ. ഫസ്റ്റ് അപ്പം എന്താ? പാല് പൊട്ടിച്ച് ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാൻ പോവാം. അപ്പോൾ ആരവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും പാല് തിളയ്ക്കുവാണെങ്കിൽ ആരവ് എന്ത് ചെയ്യും? ഗ്യാസ് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ ബാക്കി അമ്മ ചെയ്യും അല്ലേ. ആരവിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണേ. ആരവ് നോക്കിക്കൊള്ളൂല്ലേ. അപ്പോൾ ആദ്യം പാല് പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം. ഒഴിച്ചോ? എന്നാൽ ഒഴിച്ചോ. താത്തി ഒഴിക്കേ. ശരി, ഓക്കെ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണല്ലേ. ഞാൻ പറഞ്ഞു സൂക്ഷിച്ചു. എന്താ ആരുസേ, ഇത് അവിടെയൊക്കെ വീഴ്ച പാല് പോട്ടെ. ആരുസ ഫസ്റ്റ് ടൈം അല്ലേ, കുറച്ചൊക്കെ തുള്ളി പോയാൽ നമ്മൾ ക്ലീൻ ചെയ്യും അല്ലേ. അപ്പൊക്കെ അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അവിടെ ക്ലീൻ ചെയ്തിട്ട് വയ്ക്കാം. അവിടെ വെയിറ്റ് ചെയ്ത് ഇതെന്താണോ നമ്മുടെ വീഡിയോയുടെ ഒരു ലൈൻ? അത് ആ ലൈറ്റാ. ട്യൂബിൻ്റെ ആണോ? ഓക്കെ ഗൈസ്, അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ പോവാ. ഞാനിത് പാല് ഇറക്കുന്ന നോക്കിയിരിക്കുക. പാല് തിളയ്ക്കുന്നത് നോക്കാനായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചേക്കുക. പൊക്കോട്ടെ, ഇൻഫോം ചെയ്യാനല്ലേ തിളയ്ക്കുമ്പോൾ. ഓക്കെ, ഇങ്ങനെ തന്നെ നോക്കി നിൽക്കണ്ട. പതുക്കെ തിളയ്ക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കൂലേ ചെറിയ, അപ്പോഴേക്കും ഒന്ന് വിളിച്ചാൽ മതി അമ്മേ, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. എന്തായി, തിളച്ചോ? തിളച്ചു, ഗ്യാസ് ഓഫ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ കാണിക്കൂ. നമ്മൾ പൊട്ടിച്ചോ പാക്കറ്റ്? എടുക്കും. മോനാണ് ഇടാൻ പോലെ. അമ്മ കത്തിക്കട്ടെ, ലൈറ്റ് ഇത് ഗ്യാസ് ഓണാക്കട്ടെ. എടുത്തു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ആദ്യത്തെ കളയല്ലേ, കുറച്ച് കുറച്ച് കേട്ടോ. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തോട്ടെ കുറച്ച് നേരം. ഓക്കെ, കൊള്ളാമല്ലേ. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ആ കുറച്ച് വെള്ളമൊക്കെ വറ്റി നമുക്ക് ഒരു പായസത്തിൻ്റെ നമ്മുടെ പായസത്തിൻ്റെ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ എന്തായാലും എഴുതിയിട്ടുണ്ടാവും. എത്ര നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ആരുസേ? 5 മിനിറ്റ് മതിയോ? ആരും വിളിച്ചു 5 മിനിറ്റ്? 25 to 30 minutes. 25 to 30 മിനിറ്റ്സ് പറഞ്ഞാൽ 5 മിനിറ്റ് നല്ല അർത്ഥം. 25 മുതൽ 30 വരെ, അതായത് ഒരു 25-30 മിനിറ്റ് ഏകദേശം നമ്മൾ പറയില്ലേ. ഉള്ളല്ലെങ്കിൽ നമുക്കൊരു 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്. അത് നമ്മൾ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ നമുക്ക് അതിലൊരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാവും പായസത്തിൻ്റെ ഈ സ്റ്റേജ് ആയോ. ഇപ്പോൾ 25 to 30 എന്ന് പറയും. 25 മൈനസ് 30 അല്ലെങ്കിൽ 30 മൈനസ് 25 എന്നല്ല, 25 മുതൽ 30 വരെ. മനസ്സിലായോ? അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ്സ് നമുക്ക് ആകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ആ ദിവസത്തിൽ എന്തെങ്കിലും ഇടണോ ഞാൻ അഡീഷണൽ ആയിട്ട്? പിന്നെ ഷുഗർ വേറെ വേണ്ട, കുറച്ച് നെയ്യ് ചേർക്കാം അല്ലേ. പേസ്ട്രി നമ്മൾ കേക്ക് കഴിഞ്ഞ ദിവസം മുറിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ബർത്ത്ഡേക്ക് പേസ്ട്രി കഴിക്കാം അല്ലേ. അപ്പോൾ ആ ഒരു പേസ്ട്രി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് പായസം സെറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ കേക്ക് കിട്ടിയാലേ പേസ്ട്രി കേക്ക്. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. May the Lord bless you, dear. May the God bless you, dear. Happy birthday, happy birthday, happy birthday. ആരൂസിൻ്റെ സ്പെഷ്യൽ പായസം വരട്ടെ. സൂക്ഷിച്ച്. ഓക്കെ, ഡൺ. പായസം ഓക്കെ. ഞങ്ങളെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെ വ്ലോഗ് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാ. എൻജിൻ ബൈ. അപ്പോൾ അമ്മമ്മയ്ക്ക് മനസ്സിലായി. താങ്ക് യു ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ.